ഹലോ ഫ്രണ്ട്സ്, രസകരമായൊരു ചോദ്യം ചോദിക്കട്ടെ. 4 ഓപ്ഷനുകളും ഉണ്ട് കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്: അയ്യപ്പൻ്റെ അമ്മ ചുട്ടതെന്ത്? ഓപ്ഷൻ എ നെയ്യപ്പം, ഓപ്ഷൻ ബി ഉണ്ണിയപ്പം, ഓപ്ഷൻ സി ഇടിയപ്പം, ഓപ്ഷൻ ഡി ഊത്തപ്പം. 4 ഓപ്ഷനുകൾ. എന്താണ് ഈ ചോദ്യം എന്നായിരിക്കും നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. അതായത് കേരള PSCയുടെ ചോദ്യ രീതികൾ ഇങ്ങനെ ആയിരുന്നു 2019 മുൻപ് വരെ. ഒരു പരീക്ഷയുടെ 70% ചോദ്യങ്ങൾ വരെ ആവർത്തിച്ച പരീക്ഷകളുണ്ട്. സ്ഥിരം പാറ്റേൺ, സ്ഥിരം ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ഇത്തരം ചോദ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വിരളമായിട്ടാണ് കാണുന്നത്, ശരിയല്ലേ? ഇപ്പോഴാണ് നിങ്ങൾ ഈ കേട്ട അയ്യപ്പൻ്റെ അമ്മ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിക്കുക? അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുടുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള 4 പ്രസ്താവനകൾ പരിശോധിക്കുക. അതിന് താഴെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ അമ്മ ചുട്ടത് നെയ്യപ്പം എന്ന് കാണാൻ പഠിച്ചാൽ മതിയോ? പോരാ, പിന്നെന്തറിയണം? അയ്യപ്പൻ്റെ അമ്മ ആരാണെന്ന് അറിയണം. എന്തുകൊണ്ടാണ് അവർ നെയ്യപ്പം തന്നെ ഉണ്ടാക്കിയതെന്ന് അറിയണം. നെയ്യപ്പം എവിടെ വെച്ചാണ് ഉണ്ടാക്കിയത്, ആ സാഹചര്യത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, ഇതെല്ലാം അറിയണം, ശരിയല്ലേ? സിമ്പിളായി പറഞ്ഞാൽ പഠനം ഇങ്ങനെ വഴിമാറേണ്ട കാലഘട്ടമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, പ്രിയാമ്പിൾ, ഇന്ത്യൻ സിവിൽ സർവീസ്, ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ച്, ഇന്ത്യ സാമ്പത്തിക രംഗം, ആനുകാലിക ബഡ്ജറ്റ്, സാമ്പത്തിക മേഖല, ദേശീയ വരുമാനം, ഇതെല്ലാം തന്നെയാണ് സിലബസിലെ ടോപ്പിക്കുകൾ. കുറച്ച് പുതിയ ടോപ്പിക്കുകൾ വന്നു എന്നതിനപ്പുറത്തേക്ക് പഴയ ടോപ്പിക്കുകളിൽ വലിയ മാറ്റങ്ങളില്ല. പക്ഷേ ചോദ്യ രീതികൾ മാറി, ശരിയല്ലേ? ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ നെഹ്റു നടത്തിയ വിഖ്യാത പ്രസംഗമാണ് ഡാഷ്. വുമൺ CPO പരീക്ഷ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. എത്ര പേര് ഈ ചോദ്യം കേട്ടിട്ടുണ്ട്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ ആദ്യ പ്രധാനമന്ത്രി അധികാരമേറ്റ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യാമോ? ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അതിലെ വരികളാണ്: ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്കും പുതുയുഗത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ പരിചയമില്ലാതെ പോയത്? നാം കാണാതെ പഠനത്തിൻ്റെ ലോകത്താണ്. അവിടുന്ന് വഴി മാറണം, ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യണം, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റുകൾ മാത്രമാണ് ആവർത്തിക്കുക, ചോദ്യങ്ങളല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. സ്വയം സമർപ്പിതമായ പോരാട്ടം, കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠന രീതികൾ ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയണം. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, വ്യത്യസ്തമായ ഒരു സമീപനം, ഒരു പഠന അനുഭവം സമ്മാനിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. RAS ബോധി നിങ്ങളിലേക്ക് എത്തുകയാണ്. കേട്ടും കഥകൾ പോലെ പറഞ്ഞും പരസ്പരം ചർച്ച ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കാം. പൊതുവിജ്ഞാനം ഒരു പരീക്ഷാ സിലബസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ മറ്റേത് മേഖലയേക്കാൾ ഏറ്റവും പ്രസക്തമായ, മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്യോഗാർത്ഥികളെ ചലഞ്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കായി മാറിയിരിക്കുന്നു പൊതുവിജ്ഞാനം. ഈ ടോപ്പിക്കിനെ വളരെ എളുപ്പത്തിൽ കഥകൾ പോലെ, നമ്മളെന്നോ കണ്ടു മറന്ന ഒരു സിനിമ കഥ പോലെ, നമ്മളൊന്ന് കേട്ടു മറന്ന ഒരു മുത്തശ്ശി കഥ പോലെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് റാസ് ബോധി ചാനൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും പരിശീലന കളരിയിൽ വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പുതിയ പരീക്ഷയിലെ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അയ്യപ്പനമ്മ ചുട്ടത് എന്താണെന്ന് മറക്കില്ലല്ലോ.